ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് നിഷ, സ്ഥലം ഇടവണ്ണ. നമ്മളുടെ അന്നത്തെ ടോപ്പിക്ക് സെൽഫ് കോൺഫിഡൻസ് ആണ്. സെൽഫ് കോൺഫിഡൻസ് മീൻസ് ആത്മവിശ്വാസം. നമ്മൾ വിശ്വാസം എന്നുള്ള ടേം, ആത്മവിശ്വാസം നമുക്ക് കേട്ടിട്ടുണ്ട്. വിശ്വാസം എന്ന് വെച്ചാൽ നമ്മൾ പരസ്പരമുള്ള വിശ്വാസം, അത് പല ബന്ധങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ആത്മവിശ്വാസമാണ് നമ്മൾക്ക് ഏറ്റവും വേണ്ടത്. നമുക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഈ ആത്മവിശ്വാസം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ആദ്യം ബ്രേക്ക് ചെയ്യേണ്ടത് സെൽഫ് ഡൗട്ട്സ് ആണ്. അപ്പോൾ ഞാനത് ചെയ്താൽ ശരിയാവോ, എന്നെ കൊണ്ട് അത് പറ്റുമോ, അങ്ങനെ ഒരുപാട് തോട്ട്സ് ആവും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചെയ്യാൻ തോന്നുമ്പോൾ. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഞാനത് ചെയ്താൽ ശരിയാവോ, അങ്ങനെ ഉണ്ടാവോ, അത് ഒരുപാട് ഡൗട്ട്സ് ആണ് നമ്മളെ മുന്നിൽ ഉണ്ടാവുക. ഈ ഡൗട്ട്സിനെയൊക്കെ ആദ്യം ബ്രേക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ നമ്മളുടെ ചിന്തകളെ ലിസൺ ചെയ്യാം. അതായത് നമ്മൾക്ക് നമ്മളൊരു വാല്യൂ കൊടുത്തിട്ട് നമ്മളൊരു ചിന്തകളെ ലിസൺ ചെയ്ത് നമ്മളെ തോട്ട്സിനെ ലിസൺ ചെയ്തതാക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടും. പിന്നെ ഈ കോൺഫിഡൻസ്, നമ്മൾ സെൽഫ് കോൺഫിഡൻ്റ് ആണെങ്കിൽ നമ്മൾക്ക് വിജയം നിർബന്ധമായിട്ടും ഉണ്ടാവും. ഏതൊരു സക്സസും നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവണം. സെൽഫ് കോൺഫിഡൻസ് ഉള്ള ആളുകളെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് മുന്നിട്ടിറങ്ങുള്ളൂ. ഇനിയിപ്പോ ഇതിന് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇൻബോൺ ആണോ? ഇപ്പൊ ചിലർ പറയണേക്കാ അവർക്ക് എന്തും ആവാലോ, അവർക്ക് ഭയങ്കര ധൈര്യമാണ്, എനിക്ക് അതൊന്നും കഴിയില്ല എന്ന് പറയും. ഇത് എന്ന് പറഞ്ഞാൽ സെൽഫ് കോൺഫിഡൻസ്, ഇപ്പൊ സ്റ്റഡീസ് പറയണതെന്ന് വെച്ചാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻബോൺ അല്ല. ചിലർക്ക് ഉണ്ടാവാം, ഹെറിഡിറ്ററി ആയിട്ട് ഇങ്ങനെ ധൈര്യമുള്ള കൂട്ടത്തിൽ ഉണ്ടാവാം. പക്ഷെ ഇതൊക്കെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ മനസ്സ് വെച്ചാൽ നമ്മൾക്ക് തന്നെ ആർജിച്ചെടുക്കാവുന്ന കഴിവുകളാണ് മിക്കതും നമ്മൾക്കുള്ളത്. അതിലൊന്നാണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ. അതിന് വേണ്ടത് മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്ക് ഇത്ര വയസ്സായല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഇത്ര എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇല്ലല്ലോ, ഇതൊക്കെ വിചാരിച്ചിട്ട് പല കാര്യത്തിനും ബാക്കിലേക്ക് നിൽക്കുന്നവരാണ് എസ്പെഷ്യലി സ്ത്രീകൾ. ഇപ്പോൾ നമ്മൾക്കൊരു ഏജ് കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒന്നിനും ഒരു ബാരിയർ അല്ലാതെ, പിന്നെ നമ്മളുടെ ക്വാളിഫിക്കേഷൻ, ഇനിയിപ്പോ ഒരു ഏജ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ആദ്യം മുതലേ ബുക്ക് എടുത്ത് പോകാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മൾ സ്റ്റിൽ ഇപ്പൊ നിൽക്കുന്ന ഈ ഒരു ഏജിൽ, അല്ലെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ആലോചിച്ചെടുക്കുക. അതിന് നമ്മളെ തോട്ട്സിന്, നമ്മളുടെ ഇന്നർ ഇതിലേക്ക് നമ്മൾക്കേ പോകാൻ പറ്റുള്ളൂ. അത് നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾക്ക് കിട്ടിയ അപ്രീസിയേഷൻ, അതായത് നമ്മൾ വിൻ ചെയ്ത ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ആ വിൻ ചെയ്ത സിറ്റുവേഷൻ ഒരു മോട്ടിവേഷൻ ആണ്. അപ്പോൾ നമ്മളിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, ഇനി നമ്മൾക്ക് എന്താണ് പോരായ്മകൾ ഉള്ളതെന്നൊക്കെ നമ്മളെക്കാളും മനസ്സിലാവുന്ന വേറൊരാളില്ല. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ തോട്ട്സിനെ നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ മുന്നേറാനുള്ളൊരു വഴി കിട്ടും. അപ്പൊ ആദ്യം നമ്മൾ വേണ്ടത് ബിലീവ് ഇൻ യുവർ സെൽഫ്, നമ്മളിൽ തന്നെ വിശ്വസിക്കുക. സെൽഫ് കോൺഫിഡൻസ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബിലീവ് ഇൻ യുവർ സെൽഫ്, നമ്മളിൽ തന്നെ വിശ്വസിക്കുക. പിന്നെ നമ്മളുടെ ചുറ്റുപാടിനെ നമ്മൾക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇപ്പൊ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നെഗറ്റീവ്, പല രീതിയിലുള്ള നെഗറ്റീവ് ഉണ്ടാവും. അവരൊക്കെ ബോധ്യപ്പെടുത്താൻ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മളെ ബോധ്യപ്പെടുത്തുക. എനിക്ക് അവരൊന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, പക്ഷെ ഞാനിതാണ്, ഐ വിൽ അച്ചീവ് ദിസ്, ഞാനിത് നേടും, ഞാനിതാണ്, എനിക്കിതിന് പറ്റും എന്നുള്ള ഒരു മനസ്സിന് ഉറപ്പുണ്ടെങ്കിൽ മറ്റുള്ളവരെ, അതായത് നെഗറ്റീവ് പറഞ്ഞ് അതായത് നെഗറ്റിവിറ്റി ഉള്ളവർക്കൊക്കെ നമ്മൾക്കത് മറുപടി കൊടുക്കാൻ പറ്റും. അതായത് നമ്മളുടെ ആക്ഷനിലൂടെ നമ്മൾക്കൊരു കോൺഫിഡൻസ് ലഭിക്കും. അതുവഴി നമ്മൾ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി നമ്മളുടെ പ്രവൃത്തികളിലൂടെ അവർക്ക് അറിയാതെ നമ്മൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം നമുക്കില്ല. നമ്മളെ ബോധ്യപ്പെടുത്തി നമ്മളുടെ കഴിവിൽ നമ്മൾ വിശ്വസിച്ച് നമ്മൾ മുന്നേറി കഴിഞ്ഞാൽ മറ്റുള്ളവർക്കത് താനെ ബോധ്യപ്പെടും. പിന്നെ ഫിയേഴ്സ്, ഡൗട്ട്സ്, ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും, ഭയങ്ങൾ ഉണ്ടാവും. ഇതിനൊക്കെ ആദ്യം മാറ്റി നിർത്തുക, അതിന് അതിന്റെ വഴിക്ക് വിടുക. നമ്മൾ നമ്മളുടെ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുക. എന്തൊക്കെ സംഭവിച്ചാലും ഞാനിത് ചെയ്തിരിക്കും, ഞാനിതായിരിക്കും എന്ന് പറയാം. ഇനി ഇത് ഞാൻ ചെയ്തിരിക്കും, ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു ബിലീവ് ഇൻ അവർ സെൽസ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഗെയിൻ ടോട്ടൽ ക്ലാരിറ്റി ഇൻ അവർ വിഷൻ. നമ്മൾക്ക് എന്താണോ ആവേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലിയർ വിഷൻ നമുക്ക് ഉണ്ടാവുക. എങ്കിൽ മാത്രമേ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ എന്താവണം എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ ബാക്കിയൊക്കെ നമ്മളുടെ വഴിക്ക് വന്നുകൊള്ളും. നമ്മൾക്കറിയാം നമ്മൾ എന്താണ്, ആരാണ്, എങ്ങനെയാണ് എന്നുള്ളത്.
അപ്പോൾ നമ്മൾ അതിൽ വിശ്വസിച്ച് നമ്മൾ അതിനനുസരിച്ചുള്ള പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം താനെ വന്നോളും. ഇനി ക്ലാരിറ്റി വേണം എന്ന് പറയണത് എന്ന് വെച്ചാൽ, ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമ്മൾക്ക് ആങ്സൈറ്റി, ഫിയർ ഒക്കെ വരും. ഒരു കാര്യത്തിൽ ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമ്മൾക്കത് അതാവോ എന്താവും എന്നുള്ളതിന്റെ ആങ്സൈറ്റിന്റെ ഫിയറിന്റെ ഒക്കെ സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പൊ നമ്മൾക്ക് എന്താവണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ പിക്ചർ ആദ്യം ഉണ്ടാക്കുക. പിന്നെ എപ്പോഴും പേഴ്സണൽ ഷീൽഡ് എപ്പോഴും ഉണ്ടാക്കി വെക്കുക. എന്തൊക്കെ സംഭവിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല, ഞാനിതാണ്, ഞാൻ എന്താണെന്നുള്ളത് എനിക്കറിയാം. അപ്പം എൻ്റെ പ്രവൃത്തികൾ നമ്മൾ നല്ല രീതിയിൽ നമ്മളുടെ ലക്ഷ്യം നല്ലതാണെങ്കിൽ നമ്മളൊരു ഷീൽഡ് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മളുടെ പുറകെ വന്നോളും. എപ്പോഴും ഒരു പേഴ്സണൽ ഷീൽഡ് ഇടുക. പിന്നെ ഇതിന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ക്ലാരിറ്റി, വിഷൻ. നമുക്കൊരു വിഷൻ കറക്റ്റ് ആയിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളൊരു ലെറ്റർ എന്നും എവറി സിംഗിൾ ഡേ ഒരു രാത്രി നമ്മളൊരു ലെറ്റർ എഴുതുക. ലെറ്റർ എഴുതുക വെച്ചാൽ നെക്സ്റ്റ്, അതായത് അടുത്തൊരു വർഷത്തേക്കുള്ള ലെറ്റർ നമ്മൾ എഴുതി വെക്കുക. അതായത് അടുത്തൊരു വർഷം നമ്മൾ ചെയ്യാൻ പോകേണ്ട ആ ഒരു കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുക. ഇന്നത് ഞാനാവും, അതായത് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് എഴുതി വെക്കുക. അത് നടന്നിട്ടുണ്ടാവില്ല, പക്ഷെ നടക്കണ പോലെ എഴുതി വെക്കാം. US ഒരു അത്ലറ്റ്, അയാള് ഭയങ്കര ഒപ്പോസിഷൻ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ഇവർക്ക് ഒരു തരത്തിലും ഇവർ ജയിക്കും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. പക്ഷെ ഇവർ ആ ഒരു മാച്ച് വിൻ ചെയ്തപ്പം പത്രപ്രവർത്തകർ അയാളുടെ അടുത്ത് ചോദിച്ചു, ഇത് നിങ്ങൾ സ്വപ്നം കണ്ടതായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ആ അത്ലറ്റ് പറഞ്ഞത്, ഞാനിത് ഒരു വർഷമായിട്ട് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നു. ഞാനിത് സ്വപ്നം മാത്രമല്ല, ഞാൻ ഡെയിലി എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നു ഈ ഒരു ഗാലറി, ഈ ഒരു വിൻ ചെയ്യുന്നതെന്നൊക്കെ. അപ്പൊ നമ്മൾ എപ്പോഴും വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട് നമ്മൾ എത്തേണ്ട സ്ഥലം, നമ്മൾ ആവേണ്ടത്, ഇതൊക്കെ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുക. അതിനൊരു മുടക്കൂല്ല, നമ്മൾ ആരും കാണില്ല. നമ്മൾ പേനും പേപ്പറും വെച്ചിട്ട് എവറി ഡേ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മൾക്ക് എന്താന്ന് വെച്ചാൽ നമ്മൾക്കത് അറ്റൈൻ ചെയ്യാൻ പറ്റും. നമ്മൾ പോലും അറിയാതെ അതിലേക്ക് അറ്റൈൻ ചെയ്യാം. അപ്പോൾ ബി സ്ട്രോങ്, ബി കോൺഫിഡൻറ്റ്. നമ്മൾക്കുള്ള ഷീൽഡ് നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുക. അതിന് വേറൊരാളും വരില്ല. അപ്പോൾ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് വേണ്ടത് ബിലീവ് ഇൻ യുവർ സെൽഫ്. ദെൻ യു ഹാവ് എ ക്ലിയർ കട്ട് ക്ലാരിറ്റി ഇൻ യുവർ എയിം. ഇനി നമ്മൾക്ക് എപ്പോഴും ഓർക്കുക, നമ്മൾ ചാൻസ് എന്നൊന്ന് എഴുതി നോക്കിയേ, CHANCE. ഈ ചാൻസ് എന്നുള്ളതിന്റെ ലാസ്റ്റ് സി ഒരു ജി ആക്കി കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച്. അപ്പോൾ നമ്മൾക്കൊരു ചാൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചേഞ്ച് ആയേ പറ്റൂ. എന്ന് വെച്ചാൽ നമ്മൾക്ക് അവസരങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചേഞ്ച് ആവണം. അത് ഏത് പ്രായമാണെങ്കിലും, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണെങ്കിലും, നമ്മളുടെ സിറ്റുവേഷൻ എന്താണെങ്കിലും, വാട്ട് എവർ ഇറ്റ് മേ ബി, യു ഹാവ് ടു ചേഞ്ച് അവർ സെൽസ്. നമ്മൾക്കേ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളുടെ ചുറ്റുപാടിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതുവഴി ബാക്കിയെല്ലാം മാറിക്കോളും. താങ്ക് യു സോ മച്ച്.